അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ആത്മീയ ചൂഷണം ഇന്ന് മുടിയെന്ന വിഷയത്തിൽ മാത്രമല്ല, മറിച്ച് ദീനിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ വരെ പൗരോഹിത്യം കൈകടത്തിയിട്ടുണ്ട് എന്നത് നാം ഈ പെരിന്തൽമണ്ണയിൽ നിൽക്കുമ്പോൾ ഇവിടെയുള്ള ഒരു പുരോഹിതൻ എഴുതിയ പാട്ടിൽ നമ്മൾ കുറച്ച് നാൾ മുമ്പ് അതിനെതിരെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മടവൂരാര പടച്ചോനാണോ എന്ന് ചോദിച്ചാൽ അതേ പടച്ചോനാണ് എന്ന് പറയുന്നിടത്തേക്ക് പൗരോഹിത്യം ഈ ഉമ്മത്തിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്ലാം നമുക്ക് നൽകുന്ന സമാധാനമെന്നുള്ളത് ഇസ്ലാം എന്ന വാക്കിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ സാധിക്കും. അൽ അംന്, നിർഭയത്വം എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആനിൽ ആ അംന് നേടിയെടുക്കാനുള്ള അടിസ്ഥാന തത്വങ്ങളെ പഠിപ്പിച്ചപ്പോൾ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വാസം അത് ശരിയായ മുറയ്ക്ക് കൊണ്ടു നടക്കുകയും അതിൽ യാതൊരു നിലക്കുമുള്ള അക്രമവും കടത്തിക്കൂട്ടാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർക്കാകുന്നു നിർഭയത്വം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ അടിസ്ഥാന തത്വത്തെ പോലും പൊളിക്കുന്ന രൂപത്തിലാണ് ഇന്ന് പൗരോഹിത്യം സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ സങ്കടകരമായ അവസ്ഥയാണ്. അടിസ്ഥാന തത്വമെന്ന അൽ ഈമാനു ബില്ലാ, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന ആ ഒരു തത്വത്തിൽ ഇന്ന് സമൂഹം ആളുകളെ പൗരോഹിത്യം ആളുകളെ നയിക്കുന്നത് അള്ളാഹുവിന് തുല്യപ്പെടുത്തിക്കൊണ്ടുള്ള ചില മഹാന്മാരെ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കഴിവ്, അള്ളാഹുവിന് സമപ്പെടുത്തുന്ന രൂപത്തിലുള്ള കഴിവുകൾ അല്ല അല്ല തന്നെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ന് ചില ഔലിയാക്കന്മാരെ വളർത്തിക്കൊണ്ടുവരികയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമായ അൽ ഈമാനു ബില്ലാ, അള്ളാഹുവിലുള്ള വിശ്വാസം എന്നതിൽ പോലും ഈ പൗരോഹിത്യം ചൂഷണം നടത്തിക്കൊണ്ട് ആളുകളെ വികലമായ വിശ്വാസങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞെന്താ? ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിർഭയത്വം വേണമോ? ശരിയായ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള ആ ഹുദയെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നവർക്കാണ് ശരിയായ നിർഭയത്വമുള്ളത്. ഇന്ന് ആളുകൾ എങ്ങനെ തെറ്റിപ്പോകുന്നു, ഈ ചൂഷണങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നത് എന്ത് എന്ന് പരിശോധിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പലപ്പോഴും മനുഷ്യൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥതകളെ മുറുകെ പിടിച്ചുകൊണ്ടാണ്, അവരുടെ ആ അസ്വസ്ഥതകളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് പൗരോഹിത്യം ആളുകളെ തന്നിലേക്ക് ക്ഷണിക്കുന്നത്, വലിക്കുന്നത്. അല്ലേ? മനസ്സിന് പ്രയാസം, സാമ്പത്തിക പ്രയാസം, മക്കളില്ല, മകന് ജോലിയില്ല, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനുഭവിക്കുന്ന, ഇത്തരം വേദനകൾ അനുഭവിക്കുന്ന ആളുകളെ ഇത്തരം പൗരോഹിത്യം വേഗം പിടികൂടും. പൗരോഹിത്യത്തിലേക്ക് അത്തരം ആളുകളും വേഗം അടുക്കുകയും ചെയ്യും. നേരത്തെ ഇവിടെ സംസാരിച്ചവർ പറഞ്ഞല്ലോ, 5 ലക്ഷം രൂപയുടെ ഓപ്പറേഷന് പകരം 1000 രൂപ കൊടുക്കാൻ അവിടെ പരിഹാരമുണ്ട് എന്ന് കണ്ടാൽ ഈ ഉമ്മത്ത് വീണുപോവും. അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ആത്മീയ ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ മുന്നിൽ നമുക്ക് പറയാനുള്ളത്, ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിലെല്ലാം
നിർഭയത്വത്തോടുകൂടി റബ്ബിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് വിധേയപ്പെട്ടുകൊണ്ട് മടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞല്ലോ വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട് എന്നാണ്. ഇനി ആ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള ആരാണവർ എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിൽ തൊട്ടടുത്ത വചനത്തിൽ പറഞ്ഞു, അല്ലദീന ഇദാ അസ്വാബത്ഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തെങ്കിലും ഒരു പ്രയാസം ബാധിക്കുമ്പോൾ CM മടവൂരിനെ വിളിക്കുന്നവരല്ല, മുഹീദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് വിളിക്കുന്നവരല്ല, മറിച്ച് ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എനിക്ക് മടങ്ങേണ്ടത് എൻ്റെ റബ്ബിലേക്കാണ്. എൻ്റെ മടക്കം, എനിക്കൊരു മടക്കമുണ്ട്, എൻ്റെ റബ്ബിലേക്ക് മടങ്ങാനുണ്ട്. അതുകൊണ്ട് എനിക്കെല്ലാം ഭരമേൽപ്പിക്കാൻ എൻ്റെ റബ്ബുണ്ട്. എൻ്റെ പ്രയാസങ്ങൾ നീക്കാൻ, എൻ്റെ പ്രതിസന്ധികൾ മാറ്റാൻ. എനിക്ക് കുട്ടിയില്ലേ, ആ കുട്ടിയെ നൽകാൻ. എനിക്ക് സാമ്പത്തികമായ പ്രതിസന്ധിയുണ്ടോ, ആ പ്രതിസന്ധി ദൂരീകരിക്കാൻ. എൻ്റെ വിഷമങ്ങൾ, എൻ്റെ പ്രയാസങ്ങൾ അതെല്ലാം മാറ്റാൻ എൻ്റെ റബ്ബുണ്ട് എന്ന അടിയുറച്ച വിശ്വാസമാണ് ഒരു മുസ്ലിമിനെ, ഒരു മുഅ്മിനിനെ, യഥാർത്ഥ വിശ്വാസിയെ അവൻ്റെ നിർഭയത്വത്തിൻ്റെ മേഖലയിലേക്ക് അവനെ നയിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ഇത്തരം ചൂഷണങ്ങളുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല, അതിൽ പെട്ടുപോവുകയുമില്ല. അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരന്മാരോടും സഹോദരിമാരോടും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ എല്ലാം റബ്ബിന് സമർപ്പിച്ചു കൊണ്ടായിരിക്കണം. നമ്മുടെ ജീവിതം മുഴുവൻ അൽ ഇസ്തിസ്ലാമു ലില്ലാഹ്. അതാണല്ലോ മുസ്ലിം, അതാണല്ലോ മുസ്ലിം. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ സർവ്വതും റബ്ബിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ശരിയായ മുഅ്മിൻ എന്ന് പറയുമ്പോൾ. വിശുദ്ധ ഖുർആനിൻ്റെയും തിരുവചനങ്ങളുടെയും ശരിയായ അധ്യാപനങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് നിർഭയത്വം ലഭിക്കുക. അത് ഈ ലോകത്തും ലഭിക്കും, പരലോകത്തും ലഭിക്കും. ഈ ലോകത്ത് ലഭിക്കുമ്പോൾ നമുക്ക് വലിയ ആശ്വാസമാണ്, അല്ലെങ്കിൽ അസ്വസ്ഥതകളാണ്. ഇപ്പോൾ ഞാൻ പരപ്പനങ്ങാടിയിൽ നിന്ന് ബസ് കയറിയാൽ, രാവിലെയുള്ള ബസ്, ഫസ്റ്റ് ബസ്സിലാണ് കയറുന്നതെങ്കിൽ മമ്പുറത്തേക്ക് എത്തുമ്പോൾ അവിടെ ആ ബസ്സൊന്ന് സ്ലോവ് ചെയ്തിട്ട് അവിടെ കുറച്ച് ക്യാഷ് ഇടും, കാണിക്കയിടും. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ വിശ്വാസപ്രകാരം അതിലൂടെ പാസ് ചെയ്തു പോകുമ്പോൾ അവിടെ കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ലെങ്കിൽ അന്നത്തെ ഓട്ടത്തിൽ, അന്നത്തെ കളക്ഷനിൽ വലിയ കുറവ് സംഭവിക്കുമെന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ ഉണ്ടായത്. അങ്ങനെ ഒരു തവക്കുൽ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല, അങ്ങനെ ഒരു കാണിക്കയിടാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അൽ ഈമാനു ബില്ലയിൽ പോലും ഇത്രയും വലിയ ലോകം നിയന്ത്രിക്കുന്നത് ആര് എന്ന് മക്കയിലെ മുശ്രിക്കുകളോട് പോലും ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ് എന്ന്. എന്നാൽ നമ്മുടെ സമസ്തക്കാരെന്താ പറയുക? സമസ്തയിലെ മുസ്ലിയാക്കന്മാരെന്താ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനെ ആഹ്വാനം ചെയ്തതാരാ? അതും AP അബൂബക്കർ മുസ്ലിയാർ ആയത്തോതി ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കന്മാരാണെന്ന് പറഞ്ഞു. CM മടവൂർ എല്ലാം നിയന്ത്രിക്കുന്നു, ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നു, ട്രെയിന് നിയന്ത്രിക്കുന്നു, ലോകം 18 ഉലകവും നിയന്ത്രിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിൻ്റെ വിശ്വാസത്തെ, അടിസ്ഥാന വിശ്വാസത്തിൽ പോലും ചൂഷണം നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന വിശ്വാസത്തിൽ അവർ പറയുന്ന വാദങ്ങൾ എന്താണ്? അവർ പറയുന്ന വാദം എന്താ? നമുക്ക് നേരിട്ട് അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല. ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് കറണ്ട് ഡയറക്റ്റ് വീട്ടിലേക്ക് എടുക്കാൻ കഴിയില്ലല്ലോ എന്നതുപോലെ നമുക്ക് റബ്ബിലേക്ക് നേരിട്ട് പ്രാർത്ഥിക്കാൻ കഴിയില്ല എന്ന ന്യായം പറയുന്നു. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അത് KSRTC ബസ്സിൽ പോകുന്നത് പോലെ, എന്നാൽ ഔലിയാക്കന്മാരെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാലോ അത് ബെൻസ് കാറിൽ പോകുന്നത് പോലെ എന്നാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളും അധ്യാപനങ്ങളും എന്താണ് സഹോദരന്മാരെ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നു, നിന്നോട് മാത്രം നമ്മൾ സഹായം തേടുന്നു എന്ന അടിസ്ഥാന തത്വമാണല്ലോ എല്ലാ ദിവസവും 5 നേരം 17 തവണ നെഞ്ചിൽ കൈവച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപനത്തിന് ഘടകവിരുദ്ധമായ രൂപത്തിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല വീണ്ടും പറഞ്ഞു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആനി ഫൽയസ്തജീബൂ ലി വൽയുക്മിനൂ ബി ലഅല്ലകും യർഷുദൂൻ. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ് എന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ എന്നാണ്.
പ്രാർത്ഥിക്കാൻ ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കാനല്ല, സമീപസ്ഥനാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രവാചകന്റെ അധ്യാപനം എന്താ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്ന ഉപദേശത്തിൽ കാണാൻ സാധിക്കും, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ ചില വാക്കുകൾ, ചില കാര്യങ്ങൾ പറഞ്ഞു തരാം, അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞത്? ഇഹ്ഫളില്ലാ യഹ്ഫളുക്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫളില്ലാ തജിദ്ഹു തുജാഹക്, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ നിന്റെ പ്രയാസ പ്രതിസന്ധികളിൽ നിനക്ക് അള്ളാഹുവിനെ കാണാമെന്നാണ്. ഔലിയാക്കന്മാരെ കാണാമെന്നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോജന്മാരെ കാണാമെന്നല്ല, മറിച്ച് അള്ളാഹുവിനെ കാണാം. നിന്റെ പ്രയാസത്തിൽ, നിന്റെ പ്രതിസന്ധിയിൽ, നിന്റെ വിഷമങ്ങളിൽ, നിന്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളിലും നിന്റെ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ നിനക്ക് നിന്റെ റബ്ബിനെ കാണാം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. എന്നാലോ പൗരോഹിത്യം എന്താ പറഞ്ഞത്? അലവി സഖാഫി അവസാനം സംസാരിച്ചത് എന്താ? ഔലിയാക്കന്മാരോട് പരിധിയില്ലാതെ ചോദിക്കാം. വല്ലാഹു യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്. ഈ ആയത്ത് മോദി വെച്ചിട്ടാണ് അലവി സഖാഫി അവസാനം സംസാരിച്ചത്. പരിധിയില്ലാതെ എന്തും ചോദിക്കാം, സ്വർഗവും നരകവും ചോദിക്കാം എന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് പൗരോഹിത്യം അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെപ്പോലും, ഇസ്ലാമിൻ്റെ അടിത്തറയെപ്പോലും മാന്തിക്കൊണ്ടാണ് ആത്മീയ ചൂഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് വരാം. മുടിയാണല്ലോ നമ്മുടെ വിഷയം. ഇന്ന് മുടികളച്ചിലാണല്ലോ. അപ്പോൾ ഈ മുടികളച്ചിലിൽ നമ്മളൊന്ന് ബാക്കിലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ 2005 നമ്മുടെ കഥാനായകനായ AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം കൊണ്ടുവന്ന ആ മുടി, അന്ന് ചില പോരിശകളും ചില കള്ളങ്ങളും പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നെങ്കിലും പിന്നൊരൽപ്പം അത് മൂടി വെക്കേണ്ട സാഹചര്യമുണ്ടായി. 2005 മുതൽ 2025 ആയപ്പോഴേക്ക് വന്ന മാറ്റങ്ങളാണ് ഈ അടുത്ത് പ്രസംഗിച്ചത്. അതിൻ്റെ പിന്നിലാണ് ഈ ഒരു പ്രവർത്തനവും ഈ ഒരു പ്രോഗ്രാമും വന്നത്. ഇനി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് അതിൻ്റെ ബാക്കിയുള്ള സംസാരങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ 1/2 സെന്റിമീറ്ററോളം വലുതായിട്ടുണ്ട്. അത് ആ ഷഹർ മുബാറക്കുന്നതിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് പുരട്ടിയ മദീനയിൽ നിന്നുള്ള വെള്ളവും. ഒന്നാമത്തെ കളവ് വെള്ളമാണ്. ഇനി ബാക്കി ശരീരത്തിൽ നിന്ന് വടിച്ചെടുക്കുന്ന. രണ്ടാമത്തെ കളവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിൽ നിന്ന് വടിച്ചെടുത്ത പൊടി. ഇനി ബാക്കി കേൾക്കാം. അതും അതുപോലെ അവിടുത്തെ കൈ കൊണ്ട് കുത്തിയപ്പോൾ ജയറാനത്തിൽ നിന്ന് കൈയിന്റെ വെള്ളം ഭൂമിയിൽ കുത്തിയപ്പോൾ ഒഴുകി വന്ന വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളവും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോജിസത്തുമായി ബന്ധപ്പെട്ട് സംഭവിച്ച ഒരു സംഭവത്തെ അവിടെ നിന്നും പൗരോഹിത്യം ഇതാ ചൂഷണം ചെയ്തു. മൂന്നാമത്തെ കളവും പറഞ്ഞു. ചേർത്തുകൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തരുത്, വൃത്തിയില്ലാത്ത സ്ഥലത്തൊന്നും ഒഴിക്കരുത്, വളരെ ബഹുമാനത്തോടുകൂടി അതിനെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. കേട്ടില്ലേ? എത്ര കളവുകളാണ് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തിൻ്റെ പോക്കറ്റടിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി എന്നത്, ആ കൊണ്ടുവന്ന മുടി അത് പ്രവാചകൻ്റെ മുടിയല്ല, ഒന്നാമത്തെ കളവ്. രണ്ടാമത്തത്, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിലേക്ക് പൊടിയടിച്ച് കയറും, പിന്നെ ചന്ദനമിടും, അതൊക്കെ ഇങ്ങനെ വടിച്ചെടുത്തിട്ട് ആ പൊടിയും ഈ മുടിയും കുത്തിയ വെള്ളമാണ് ഇതാ നിങ്ങൾക്ക് തരാൻ പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ചൂഷണത്തിൻ്റെ പഴുത് അവിടെ തുടങ്ങി വെക്കുകയാണ്. 2025 ആയപ്പോഴേക്ക് അതിന് ചില പ്രത്യേക പോരിശകളും ഉണ്ടായി, ചില കറാമത്തുകൾ വേറെ ഉണ്ടായി. അത് 1/2 സെൻറ്റിമീറ്റർ നീണ്ടു എന്നാണ്.
1400 വർഷങ്ങളെ ഒന്ന് ഡിവൈഡ് ചെയ്ത് 5 വർഷം കൊണ്ട് 1/2 സെൻറ്റിമീറ്റർ നീണ്ടിട്ടുണ്ടെങ്കിൽ 1400 വർഷം കൊണ്ട് 37.4 സെൻറ്റിമീറ്റർ നീളണം. ആ ഒന്ന് മുടിയൊന്ന് പരിശോധിച്ച് നോക്കൂ, 37 സെൻറ്റിമീറ്റർ നീണ്ടിട്ടുണ്ടോ എന്ന്. അതല്ല ഈ അബൂബക്കർ മുസ്ലിയാർക്ക് കിട്ടിയപ്പോൾ മാത്രമാണോ ഈ 1/2 സെൻറ്റിമീറ്റർ നീണ്ടത്? അതാ മുടിയുടെ പ്രത്യേകതയാണോ, ഇനി ഇയാളുടെ കറാമത്താണോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഏതായാലും സഹോദരന്മാരെ, മുടിയുടെ കറാമത്തും പറഞ്ഞ് അല്ലെങ്കിൽ മുടിയുടെ ഈ പോരിശയും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന മുടിയുടെ കഥകൾ എനിക്ക് ശേഷം വരുന്ന ആളുകൾ സംസാരിക്കും. അതിൻ്റെ സനദിനെക്കുറിച്ച് സംസാരിക്കും, അതിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കും. ഇതിനെ പൊളിച്ചിട്ട് മാത്രമാണ്, അതിൻ്റെ വസ്തുതയെ കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രമായിരിക്കും ഇൻഷാ അള്ളാഹ് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയിട്ട വെള്ളം സമൂഹത്തിലേക്ക് എത്തിച്ച് അതിൽ നിന്ന് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളൊന്ന് 1400 വർഷങ്ങളിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്ക് മാതൃകയായ ഉസ്വത്തുൻ ഹസനയായ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മുടിയിട്ട വെള്ളം സ്വഹാബത്തിന് കൊടുത്തിട്ടില്ല. തൻ്റെ മുടി മുക്കിയ വെള്ളം, കൈമുക്കിയ വെള്ളം സ്വഹാബത്തിന് വിറ്റിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വുദു എടുക്കുന്ന രംഗത്ത് സ്വഹാബത്ത് വരും. അതിനെക്കുറിച്ച് ഹദീസിൽ കാണാൻ സാധിക്കും. വഇദാ തവല്ല അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം കാദു യഖ്തതിലൂന അലാ വുദൂഇഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുക്കുന്ന വെള്ളത്തെ ശേഖരിക്കാൻ വേണ്ടി സ്വഹാബത്ത് മത്സരിക്കുമെന്നാണ്. പക്ഷേ അവിടെ പോലും ഒരു ആത്മീയ ചൂഷണത്തിൻ്റെ ഒരു മണം പോലും കണ്ടിട്ടില്ല എന്നാണ്. പ്രവാചകൻ ആ വുദുവിൻ്റെ വെള്ളം വിറ്റിട്ടില്ല എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആത്മീയ ചൂഷണം നടത്തിയിട്ടില്ല എന്നാണ്. ഇവർ പറയുന്ന പ്രകാരം അതിനെല്ലാം ആത്മീയ ചൂഷണം നടത്താമായിരുന്നുവെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ ആത്മീയ ചൂഷണം നടത്താൻ സാധ്യതയുണ്ടായിരുന്ന അല്ലെങ്കിൽ അവസരമുണ്ടായിരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ അവിടെ കാദു യഖ്തതിലൂന അലാ വദൂഇഹി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വുദു എടുക്കുന്ന വെള്ളത്തിനെ ശേഖരിക്കാൻ വേണ്ടി മത്സരിക്കുമായിരുന്നു. അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രവാചകൻ ജീവിച്ചിട്ടും ആ സ്വഹാബത്തിൻ്റെ മുമ്പിൽ തൻ്റെ കൈയിട്ട അല്ലെങ്കിൽ തൻ്റെ മുടിയിട്ട വെള്ളം വിറ്റിട്ടില്ല. അങ്ങനെ വിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിട്ടുമില്ല എന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ നേരത്തെ സംസാരത്തിൽ നമ്മൾ കേട്ടല്ലോ, പ്രവാചകൻ്റെ ഒരു അസറുകളും ഇന്നു ബാക്കിയില്ല എന്ന് പണ്ഡിതന്മാർ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു നൽകുമ്പോൾ മറ്റൊരു അസറുമായി കൊണ്ടാണ് AP അബൂബക്കർ മുസ്ലിയാർ രംഗത്ത് വന്നത്. എന്താണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ച പാത്രം, എന്നിട്ടോ ആ പാത്രത്തിൽ വെള്ളമൊഴിച്ച് കേരളത്തിലല്ല ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും കുടിപ്പിക്കണം, എന്നിട്ട് അതിൽ നിന്ന് ചൂഷണം ഉണ്ടാക്കണം. അതാണ് ഇനി അടുത്ത അദ്ദേഹത്തിൻ്റെ മറ്റൊരു ചൂഷണത്തിൻ്റെ മാർഗം. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പും ഇനി ചെരുപ്പ് കുത്തിയായി മാറുമോ എന്നതാണ് നമുക്കടുത്ത് പരിശോധിക്കേണ്ടത്. ഏതായാലും ഈ രൂപത്തിൽ പ്രവാചകൻ്റെ അസറുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്യാൻ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇറങ്ങിത്തിരിച്ച നല്ലൊരു ബിസിനസ്സുകാരനാണ് AP അബൂബക്കർ മുസ്ലിയാർ എന്ന് ഈ ഒരു സമയത്ത് പറയാതിരിക്കാൻ വയ്യ. ഏതായാലും ഈ രൂപത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുമ്പോഴും മറുവശത്ത് മറ്റൊരു പ്രവാചകൻ്റെ വെള്ളവുമായി വന്ന കാസിമിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. വെള്ളിയാഴ്ച അള്ളാഹ് ദിവ്യാനുരാഗത്തിൻ്റെ സദസ്സിൽ വെള്ളം വെക്കണം, എന്നിട്ട് ആളുകൾക്ക് രക്ഷിപ്പുണ്ടാവും. അള്ളാഹിനെ പറ്റിയല്ലേ പറയണത്. നിങ്ങളിൻ്റെ പിന്നാലെ 100 കണക്കിന് ആഴ്ചകൾ കൂടിയിട്ട് ഒരു തുള്ളി വെള്ളം ഞാൻ അടച്ചു. എന്തുകൊണ്ട്? എനിക്കതിന് സമ്മതമില്ല. പിന്നെ സമ്മതത്തിൻ്റെ ആൾ പറഞ്ഞു, ഇപ്പോൾ നിനക്കവിടെ വെള്ളം വെക്കാൻ സമ്മതമുണ്ട്, ഇനി വെള്ളം വെച്ചു. വെള്ളം വെച്ചു. എത്ര ആൾക്ക് ഷിഫുണ്ടായി? അതിൻ്റെ ഷിഫയല്ല, അത് മുസ്തഫ നബിയിലൂടെ കടന്നു വരുന്ന മുഹമ്മദിയത്തിൻ്റെ ഷിഫ. ആ വെള്ളം കുടിച്ച ക്യാൻസർ മാറും. ആ വെള്ളം കുടിച്ച ക്യാൻസർ മാറും. എനിക്കൊരു ഗുളികയില്ല. 40 വയസ്സ് മുതൽ മറ്റേ 2 കാര്യങ്ങൾ. ഒന്ന്, ഈ വെള്ളം കുടിച്ചാൽ ക്യാൻസർ മാറുന്നതാണ്. അപ്പോൾ ഈ കേരളത്തിലെ പശ്ചാത്തലം ഒന്ന് എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ അധിക വീടുകളും ഒരു രോഗിയെങ്കിലും ക്യാൻസർ ഇല്ലാത്ത രോഗികളില്ലാത്ത വീടുകളില്ല എന്ന അവസ്ഥയിലേക്ക് ക്യാൻസർ ഇങ്ങനെ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് സമൂഹത്തിൻ്റെ ഒരു പൾസ് മനസ്സിലാക്കിക്കൊണ്ടാണോ
അദ്ദേഹം സംസാരിച്ചതെന്ന് എനിക്കറിയില്ല. ഏതായാലും ക്യാൻസർ രോഗം മാറാൻ ഇനിയിപ്പോൾ RCCയിലേക്കൊന്നും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇങ്ങനെ ആത്മീയ ചൂഷണം കണ്ടോ. ഈ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി പോകുക എന്നുള്ളതൊരു ചിലവാണ്, അവിടുന്ന് തിരിച്ചു വരിക എന്നുള്ളത് മറ്റൊരു ചിലവാണ്. ഇനി RCCയിലാണെങ്കിലോ ഭാരിച്ച ചിലവുകളാണ്, കീമോ എടുക്കാനും മറ്റു ആ ട്രീറ്റ്മെൻറ്റ് നടത്താനും ഭാരിച്ച ചിലവുകളാണ്. ഇതൊന്നുമില്ലാതെ ആ മുടിയിട്ട വെള്ളം അല്ലെങ്കിൽ ആ വെള്ളം കുടിച്ചാൽ 1000 രൂപ കൊടുത്താൽ തീരുമെന്ന് ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞാലോ പിന്നെ ആളുകൾ അതിലേക്ക് പോവുള്ളൂ. ഈ ആത്മീയ ചൂഷണത്തിൽ മാത്രമാണ് കേന്ദ്രീകരിക്കുക എന്നത് വലിയ തട്ടിപ്പുകൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നത് സമൂഹം തിരിച്ചറിയാൻ വേണ്ടി മാത്രം ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു എന്ന്. അതല്ലാതെ ഒരു വിഭാഗത്തിനോടുള്ള വെറുപ്പോ അല്ലെങ്കിൽ അവരോടുള്ള എതിർപ്പോ അല്ലെങ്കിൽ അവരെ തീറടിച്ച് കാണിക്കാനോ വേണ്ടിയൊന്നുമില്ല. ഈ സമൂഹത്തിനെ ശരിയായ ദിശയിലേക്ക് നയിക്കണം. ഈ സമൂഹം അനുഭവിക്കുന്ന ആത്മീയ ചൂഷണങ്ങളിൽ നിന്ന് ആ സമൂഹത്തെ ശരിയായ വഴിയിലേക്ക്, ശരിയായ റൂട്ടിലേക്ക് കൊണ്ടെത്തിക്കണം. അതൊറ്റ ലക്ഷ്യം മാത്രമാണ് ഈ ഒരു സംസാരം കൊണ്ടുള്ളൂ. ഇനി മറ്റൊരു തട്ടിപ്പ് എന്താണ്? മുജാഹിദുകളെക്കുറിച്ച്, സലഫികളെക്കുറിച്ച് ഇവരൊക്കെ പറഞ്ഞു വെക്കുന്നത് ഇവർ സ്വലാത്തില്ലാത്ത ആളുകളാണ്, സ്വലാത്ത് പറയാത്തവരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടമില്ലാത്ത ആളുകളാണ്, സ്നേഹിക്കാത്ത ആളുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ വീമ്പളക്കാറുണ്ട്. സമൂഹത്തിൻ്റെ ഇടയിൽ ചില തെറ്റിദ്ധാരണകൾ നടത്താറുണ്ട്. എന്നാൽ മനസ്സിലാക്കണം സമൂഹമേ, എല്ലാ ആളുകളും മുസ്ലിമാണോ? പ്രവാചകനെ സ്നേഹിക്കുക എന്നത് വാജിബാണ്. പ്രവാചകനെ സ്നേഹിക്കാത്തവന് മുസ്ലിമല്ല. ആ പ്രവാചകനെ സ്നേഹിക്കുക എന്നത് ഈമാനിൻ്റെ ഭാഗമാണ്. ആ പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലൂ എന്ന് അള്ളാഹു പഠിപ്പിച്ചു. ആ സ്വലാത്തിന് കൂലിയുണ്ട്. പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, മൻ സല്ല അലയ്യ വാഹിദത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. ഒരു സ്വലാത്തിന് 10 പ്രതിഫലമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. സ്വലാത്ത് പഠിപ്പിച്ച സ്വലാത്ത് ഇസ്ലാമിലുണ്ട്. ഇബ്രാഹിമിയ സ്വലാത്തുണ്ട്, പ്രവാചകൻ പഠിപ്പിച്ച സ്വലാത്തുകളുണ്ട്. ആ സ്വലാത്ത് വിട്ടിട്ട് ഞങ്ങളാണ് സ്വലാത്തിൻ്റെ ആളുകളെന്ന് പറയുന്ന ആളുകൾ ഇന്ന് കൊണ്ടുവന്ന സ്വലാത്തിൻ്റെ അവസ്ഥകളും അതിൻ്റെ പോരിശകളും എന്താ? റമദാനിൻ്റെ അവസാനത്തെ 10-ൽ, പ്രത്യേകിച്ച് 27-ൻ്റെ രാവിൽ എന്താ ചെയ്യുന്നത്? ഇഅ്തികാഫ് പ്രവാചകൻ ഇരിക്കാൻ പഠിപ്പിച്ചു, പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാൻ പഠിപ്പിച്ചു. സമൂഹത്തിനെ പാടത്തിലേക്ക്, സ്വലാത്ത് നഗറിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുന്നു. ആത്മീയ ചൂഷണമാണ്, ആത്മീയ ചൂഷണമാണ്. എത്രയെത്ര സ്വലാത്താണ് ഇവർ ചെയ്യുന്നത്? സ്വലാത്തിൻ്റെ വക പെട്ടി, അതുപോലെ തന്നെ സ്വലാത്ത് നഗർ, സ്വലാത്ത് താജു സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ്. സ്വലാത്തുൽ ഫാത്തിഹിനെ കുറിച്ച് പ്രത്യേകം പറയണം. സ്വലാത്തുൽ ഫാത്തിഹ് എന്ന് പറഞ്ഞാൽ 6000 പ്രാവശ്യം ഖത്തം തീർത്തതിൻ്റെ പ്രതിഫലം എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ 10 സ്വലാത്ത് 10 പ്രതിഫലം എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷേ ഈ പറയപ്പെട്ട ബിദ്അത്തായ സ്വലാത്തുണ്ടല്ലോ, സ്വലാത്തുൽ ഫാത്തിഹ്, ആ ഫാത്തിഹ് ചൊല്ലിക്കഴിഞ്ഞാൽ 6000 ഖത്തം തീർത്തതിൻ്റെ, പ്രവാചകൻ പഠിപ്പിച്ച സ്വലാത്ത് ചൊല്ലിയാൽ പോലും ഒരു ഖത്തം തീർത്തതിൻ്റെ പ്രതിഫലം കിട്ടൂല. എന്നാൽ സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലിയാലോ 6000 ഖത്തം തീർത്തതിൻ്റെ പ്രതിഫലം എന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. ഇങ്ങനെയാണ് സമൂഹത്തിൻ്റെ മനസ്സിലേക്ക് ഇറങ്ങുന്നത്. ഇത്ര വലിയ പ്രതിഫലമോ, എന്നാൽ പിന്നെ അത് ചെയ്താൽ എന്താ പ്രശ്നം? ഇങ്ങനെയായിരിക്കും സാധാരണക്കാർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രമാണത്തിൽ വന്നതെന്തോ അതിനെ സ്വീകരിക്കുക, അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുക, അതിനാണ് പ്രതിഫലമുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഫാത്തിമിയ സ്വലാത്ത് എന്ന് പറഞ്ഞ സ്വലാത്തുണ്ട്. ഇന്ന് നേരത്തെ ഹാരിസ് ബിൻ സലീം സംസാരിച്ചപ്പോൾ കേരളത്തിൽ 100-ൽ 70% ആളുകളും വീട് ജപ്തി ചെയ്യാൻ ഉള്ള സാഹചര്യത്തിലാണ് എന്ന സംസാരം അദ്ദേഹം സംസാരിച്ചു. എന്തുകൊണ്ട്? കടം കൊണ്ടാണ്. എന്നാൽ കടം മാറണോ? കാസിമിയുടെ സംസാരം നമുക്ക് കേൾക്കാം. ഇത് ചെല്ലുന്ന ആളുകൾക്ക് കടം ഉണ്ടാവുകയില്ല. എത്ര കടണ്ടെങ്കിലും اللهم صل على النور واغلي 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 اللهم صل على النور اللهم صل على നൂഹി വഅഹ്ലി. ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ എത്ര കടമുണ്ടെങ്കിലും ശരി, എത്ര കടമുണ്ടെങ്കിലും അവൻ്റെ കടം തീരുമെന്ന് പറഞ്ഞ് ഒരു സ്വലാത്തുൽ ഫാത്തിമിയ എന്ന് പറയുന്ന സ്വലാത്ത് സമൂഹത്തെ പഠിപ്പിക്കുന്നു. പ്രവാചകന് പരിചയമില്ല, സഹാബത്തിന് അറിയില്ല.
താബിഉകൾക്കറിയില്ല, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ എവിടെയും കാണാൻ സാധ്യമല്ല. ഇങ്ങനെ കുറേ സ്വലാത്തുകൾ സമൂഹത്തെ പഠിപ്പിക്കുന്നു. എന്നിട്ട് അവർ പറയും ഞങ്ങളാണ് സ്വലാത്തിൻ്റെ ആളുകൾ, നിങ്ങൾ പുത്തൻവാദികളാണ് എന്ന് പറയുകയും ചെയ്യും. ഇതൊക്കെ പറയുമ്പോഴും സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, സ്വലാത്ത് ചൊല്ലണം, അതിന് കൂലിയുണ്ട്, പ്രവാചകൻ പഠിപ്പിച്ച സ്വലാത്തായിരിക്കണം ചൊല്ലേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പ്രവാചകൻ പഠിപ്പിച്ച സ്വലാത്ത് എന്തായിരിക്കെ എന്തിനാണ് നാരിയത്ത് സ്വലാത്ത്, എന്തിനാണ് ഫാത്തിമിയ സ്വലാത്ത്, എന്തിനാണ് താജ് സ്വലാത്ത്, എന്തിനാണ് സ്വലാത്തുൽ ഫാത്തിഹ് എന്നത് സമൂഹത്തിനെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇവരുടെ തട്ടിപ്പ് വേറെന്തെന്നറിയോ? ഇവർ ദിക്റിൻ്റെ ആൾക്കാരാണെന്നാണ് പറയൽ. ദിക്റിൻ്റെ ആൾക്കാർ, നമ്മളൊക്കെ ദിക്ർ പറയാത്ത, നിസ്കാരം കഴിഞ്ഞാൽ ഇറങ്ങി ഓടുന്ന ആളുകളാണ് എന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും. ഇസ്ലാം പഠിപ്പിച്ച ദിക്റുകളുണ്ട്, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ. അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ചില ദിക്റുകൾ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, എത്ര വലിയ നന്മയാണ് അതിൽ നിന്നുള്ളത്. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أبوء لك بنعمتك علي أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഈ പ്രാർത്ഥനയ്ക്ക് എത്ര ഫളിലുകളുണ്ട്. എന്നാൽ ഇതൊന്നും സമൂഹത്തെ പഠിപ്പിക്കില്ല. ഇവരുടെ ദിക്ർ എന്താ? ആടിയും പാടിയും ചാടിയും ചാഞ്ഞും ചെരിഞ്ഞും കൂട്ടമായി നിന്നും വട്ടത്തിൽ ചാടിയും നീളത്തിലോടിയും ചാടിയും പാടിയുമാണ് ഇവരുടെ ദിക്ർ. അങ്ങനെ ഒരു ദിക്ർ നമുക്കൊന്ന് കണ്ടാലോ? ആ നടുക്ക് നിൽക്കുന്ന ആൾ കുച്ചുപ്പൊടിയാണോ മോഹിനിയാട്ടമാണോ നടത്തിയതെന്ന് നമുക്കറിയില്ല. സമസ്തയിലെ പുരോഹിതന്മാർ നമ്മുടെ സമുദായത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിവിധ മുഖങ്ങളാണ് നമ്മൾ കണ്ടത്. അതിലേറ്റവും അവസാനം പറഞ്ഞു വച്ചത് ദിക്ർ മജ്ലിസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ് കണ്ടത്. അവർ പറയും ദിക്റല്ലേ, പ്രാർത്ഥനയല്ലേ, പ്രാർത്ഥന മജ്ലിസല്ലേ എന്നൊക്കെ പറയും. ഹദീസിൽ കാണാം, മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു കൂഫ പള്ളിയിലേക്ക് പ്രവേശിച്ച് ആ സമയത്ത് കണ്ട ഒരു രംഗം, പെട്ടെന്ന് പള്ളിയിലേക്ക് പുറത്തിറങ്ങി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ആ ഒരു സംഭവത്തെക്കുറിച്ച് വിവരിക്കാൻ. എന്താണ് സംഭവം? നിസ്കാരത്തിന് വന്ന ആളുകൾ നിസ്കാരം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കുന്ന സമയത്ത് ഹൽക്കകളുമായി തിരിഞ്ഞ് അതിലൊരു നേതാവ് കെബ്ബിറൂമി നിങ്ങൾ 100 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയൂ, വഹല്ലിലൂമി നിങ്ങൾ അൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ 100 പ്രാവശ്യം പറയൂ, ഹല്ലിലൂമി 100 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നേതാക്കന്മാർ ലാ ഇലാഹ ഇല്ലല്ലയും അല്ലാഹു അക്ബറും സുബ്ഹാനല്ലയും എല്ലാം പറയാൻ പറയുന്നു. ബാക്കിയുള്ള ആളുകൾ അത് ഏറ്റു ചൊല്ലുകയും ചെയ്യുന്നു. ഇത് കണ്ടാണ് മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ചെല്ലുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഞാനത് കണ്ടപ്പോൾ വെറുത്തെങ്കിലും അത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഷാകുലനായിക്കൊണ്ട് തിരിച്ചു വയ്ക്കാണ്, നീയൊന്നും പറയാതെയാണോ അവിടുന്ന് വന്നത്? രണ്ടുപേരും കൂഫ പള്ളിയിലേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് അവരോട് ചോദിച്ചത്, ആ കൂട്ടം കൂടിയിരുന്ന് ദിക്റ് പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാ സുബ്ഹാനല്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ദിക്റുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രത്യേക രൂപത്തിൽ, പ്രത്യേക ഭാവത്തിൽ, പ്രത്യേക എണ്ണത്തിൽ ആ ദിക്റുകൾ ഇസ്ലാം പഠിപ്പിച്ച ദിക്ർ തന്നെയും പറഞ്ഞുകൊണ്ടിരുന്ന ആ ആളുകളോട് മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവും അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവും ചെന്നിട്ട് ചോദിക്കുകയാണ്, ഫമാദാ മാ ഹാദല്ലദീ അറാക്കും തസ്നഊൻ, ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നാണ്. ദിക്റ പറയണത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ പറയുന്ന ആ ആളുകളോട് പറയാണ്, മാ ഹാദല്ലദീ അറാക്കും തസ്നഊൻ, നിങ്ങൾ എന്താണ് ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാണ്, ഞങ്ങൾ ദിക്ർ പറയാണ്. ഇന്നത്തെ സമസ്തക്കാരെ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് കാണുക, എന്നിട്ട് ഇപ്പുറത്ത് മുജാഹിദുകളെയും കാണുക. അപ്പോൾ ഇന്നത്തെ സമസ്തക്കാരെന്താ തിരിച്ചു പറയാം?
ഇവരൊക്കെ പുത്തംവാദിയാണ്, ദിക്റില്ലാത്ത ആളുകളാണ് എന്നൊക്കെ തിരിച്ചു പറയും. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലയും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും പ്രത്യേക രൂപത്തിൽ, പ്രത്യേക ഭാവത്തിൽ, പ്രത്യേക എണ്ണം കൽപ്പിച്ച് അതിന് പ്രത്യേക പോരിശയും പറഞ്ഞുകൊണ്ട് ആ ചെയ്ത പ്രവർത്തനത്തിനോട് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രതികരണം എന്തെന്നറിയോ? വൈഹക്കും യാ ഉമ്മത്ത് മുഹമ്മദ്, ഉമ്മത്ത് മുഹമ്മദിൻ്റെ ആളുകളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തെ നിങ്ങൾക്കു നാശം എന്ന് പറഞ്ഞ് അവിടെ തിരുത്തുകയാണ്. നിങ്ങൾ ളലാലത്തിൻ്റെ ബാബ് തുറക്കുകയാണോ എന്ന് അവരോട് ചോദിക്കുകയാണ്. എന്താ അവർ ചെയ്തത്? ലാ ഇലാഹ ഇല്ലല്ലയും അല്ലാഹു അക്ബറും ഒക്കെ പറഞ്ഞതാണ്. പക്ഷേ ആ പറഞ്ഞത് ഏത് രൂപത്തിലായി? ഇസ്ലാം പഠിപ്പിക്കാത്ത രൂപത്തിലായപ്പോൾ പോലും സ്വഹാബത്ത് അവിടെ തിരുത്തി. ഈ തിരുത്തലാണ് സഹോദരന്മാരെ ഈ ഒരു പ്രോഗ്രാം എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കാത്ത രൂപത്തിലോ ഭാവത്തിലോ എണ്ണത്തിലോ അതിൻ്റെ മറ്റു രൂപത്തിലോ യാതൊരു നിലയ്ക്കും ദിക്റുകൾ നടത്തുക സാധ്യമല്ല, അത് പാടുള്ളതല്ല. മറിച്ച് അതെല്ലാം ആത്മീയ ചൂഷണമാണ്. ഈ കണ്ട വീഡിയോയ്ക്ക് പിന്നാലെ അതിൻ്റെ പിന്നിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ, അതിൻ്റെ പിന്നിൽ എന്തെല്ലാം ചൂഷണങ്ങളാണ് നടക്കുന്നത് എന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ബോധ്യപ്പെടുന്ന മറ്റൊരു വസ്തുതയുണ്ട്. ഇനി ഈ സമസ്തക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ബിസിനസ് എന്താണെന്നറിയോ? കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്തു നോക്കിയാൽ എത്രയെത്ര ജാറങ്ങളാണ് ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജാറങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു? ആ ജാറങ്ങളുടെ ഉള്ളിലുള്ള അവസ്ഥ എന്താ? കോഴി ജാറം, തത്തജാറം, ഇങ്ങനെയാണ് ചില ജാറങ്ങളുടെ അവസ്ഥ. എന്നാൽ ചില ജാറങ്ങളിലോ വെറും മൺകൂന മാത്രം. മറ്റു ചില ജാറങ്ങളിലോ പേരറിയാത്ത, ഊരറിയാത്ത, മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നറിയാത്ത ചില ജാറങ്ങൾ. മറ്റു ചില ജാറങ്ങളിലോ ഭ്രാന്തന്മാരാണ്. ഈ വേങ്ങര കോയപ്പാപ്പയെക്കുറിച്ച് നാട്ടുകാരെന്താ പറഞ്ഞത്? അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അവിടുത്തെ സംഘടന എഴുതി വിട്ടത്, ആ നാട്ടുകാരായ ആളുകൾ എഴുതി വച്ചത് എന്താണെന്നറിയോ? കുളിക്കൂല എന്നാണ്. മഴ പെയ്താൽ അല്പം വെള്ളം ശരീരത്തിൽ തട്ടിയാൽ അതാണ് അവരുടെ നനവ്. വെള്ളം ശരീരത്തിൽ തട്ടുന്നത് മഴ പെയ്യുന്ന സമയത്ത് നനഞ്ഞാൽ ആ സമയത്ത് മാത്രമേ വെള്ളം തട്ടുകയുള്ളൂ എന്നാണ്. ഡ്രസ്സ് മാറ്റൂല, ഡ്രസ്സ് നുരുമ്പിച്ച് താഴേക്ക് പോകുന്നാണ്. കുളിക്കൂല, നനയ്ക്കൂല, ആകെ നാറിയ അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യൻ പിന്നീട് മരിച്ചതിന് ശേഷം താജുൽ ഔലിയയായി. എങ്ങോട്ടാണ് സമൂഹത്തിൻ്റെ പോക്ക്? ഒരു ഭ്രാന്തനായ ഒരു മനുഷ്യൻ സിഗരറ്റോ മറ്റോ വലിച്ച് നടന്ന, അല്ലെങ്കിൽ ദീനിൻ്റെ യാതൊരു നിലക്കുമുള്ള ഷിആറുകളും ജീവിതത്തിൽ പാലിക്കാത്ത, യാതൊരു നിലക്കുമുള്ള നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതമില്ലാത്ത ആളുകളെ അയാൾ മരിച്ചു കഴിഞ്ഞാൽ, ഭ്രാന്തനായി ജീവിച്ചവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ ഔലിയ പാപ്പയായി, പിന്നെ അവിടെ ജാറമായി, അവിടെ മക്ബറകളായി, അവിടെ വലിയ വലിയ ആഘോഷങ്ങളായി, വലിയ വലിയ ആത്മീയ ചൂഷണങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം യഥാർത്ഥത്തിൽ ജാറ കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നത് ഞാൻ പറഞ്ഞതല്ല, കാസിമി പറയട്ടെ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മക്ബറകൾ വരെ കച്ചവടം ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഔലിയാക്കന്മാരെ മക്ബറ വിൽക്കുക. ഈ കൗമ ഈ നൗമ നന്നാവും. ഇവരൊക്കെ പേരാണ് സുന്നി. ഇവര് സുന്നി അല്ല മനുഷ്യന്മാര്, ഇവര് കച്ചവടത്തിന്റെ പാർട്ടിയാണ്. അത് പറഞ്ഞതാണ് ശരി. ഇവർ സുന്നിയല്ല. സുന്നി എന്ന് വിളിക്കുന്നത് തന്നെ പ്രയാസമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെ സുന്നി എന്ന് വിളിക്കാൻ പാടില്ല, സമസ്തയെന്ന് മാത്രമേ അവരെ അഭിസംബോധന ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ അവസാനം കാസിമി പറഞ്ഞ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടല്ലോ. ഇത് സുന്നിയല്ല, ഇവർ കച്ചവടത്തിൻ്റെ പാർട്ടികളാണ്. ശരിയാണ്, 100% കാസിമി പറഞ്ഞതിൽ ഒരേ ഒരു ശരി ഈ കേട്ടതാണ്. അതുകൊണ്ട് ഈ വ്യവസായത്തിൻ്റെ പിന്നാലെ പോയിട്ട് നമ്മുടെ പോക്കറ്റ് കാലിയാകുന്ന ഒരവസ്ഥ ഈ സമുദായത്തിനുണ്ടാകാൻ പാടില്ല. എന്തെല്ലാം അനാചാരങ്ങളാണ് ഈ ഖബറിൻ്റെ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചന്ദനക്കുട നേർച്ച, അപ്പവാണിപ നേർച്ച, അതുപോലെ തന്നെ ഖബറിൽ തവാഫ്, ഖബറിൽ സുജൂദ് ചെയ്യൽ, ഇങ്ങനെ എത്രയെത്ര അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ ഖബറുമായി ബന്ധപ്പെട്ട്, മക്ബറകളുമായി ബന്ധപ്പെട്ട് ഇന്ന് സമൂഹത്തിനിടയിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ വീട്ടിൻ്റെ 1 കിലോമീറ്റർ അപ്പുറമാണ് തിരുവനന്തപുരത്തെ ഭീമാപള്ളി എന്ന് പറയുന്ന ജാറമുള്ളത്. ആ ജാറത്തിൽ എന്തെല്ലാം അനാചാരങ്ങൾ! തവാഫ് നടക്കുന്നു, ചന്ദനക്കുടം നടക്കുന്നു, നേർച്ച നടക്കുന്നു, അവിടെ കൊടുക്കുന്ന എണ്ണ കൈപ്പറ്റിക്കൊണ്ട് അതിൽ ശിഫയുണ്ട് എന്ന് പറഞ്ഞ് അത് കുടിക്കുകയും അത് തലയിൽ തേക്കുകയും അങ്ങനെയുള്ള പല വിധത്തിലുള്ള അനാചാരങ്ങൾ നടത്തുകൊണ്ടിരിക്കുന്ന, യഥാർത്ഥ ആത്മീയതയുടെ ചൂഷണം നടക്കുന്ന വലിയ കേന്ദ്രങ്ങളിൽപ്പെട്ടതാണ് ഇത്തരം ഖബറിൻ്റെ ആരാധനകൾ നടക്കുന്ന, ഖബറുമായി ബന്ധപ്പെട്ട ചില മക്ബറകളുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾ എന്നുള്ളത്. ചില ഖബറുകൾ എന്ന് പറഞ്ഞാൽ നീളുകയാണ്.
ചില ഖബറുകൾ ഇങ്ങനെ വലിപ്പം വെച്ച് വരികയാണ്. 90 അടി നീളമുള്ള ഒരു ഖബർ നമ്മുടെ കേരളത്തിലുണ്ട്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നെന്താ? റുഫിഅ ഖബറുഹു മിനൽ അർളി നഹ്വ മിൻ ശിബർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഒരു ചാണു മാത്രമാണ് ഭൂമിയിൽ നിന്ന് ഉയർന്നിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദരണീയനായ മനുഷ്യരിൽ വെച്ച് അല്ല, സൃഷ്ടികളിൽ വെച്ച് മഹോന്നതനാണ്. ആ പ്രവാചകൻ്റെ ഖബർ നീണ്ടിട്ടില്ല, ആ പ്രവാചകൻ്റെ ഖബർ ഉയർന്നിട്ടില്ല. ആ പ്രവാചകൻ്റെ ഖബറിൻ്റെ അവിടെ ഇത്തരത്തിലുള്ള ആണ്ട് നേർച്ചകളോ അല്ലെങ്കിൽ ചന്ദനക്കുടമോ തവാഫോ അങ്ങനെയുള്ള യാതൊരു ഏർപ്പാടുമില്ല. പിന്നെ എങ്ങനെ ഈ കേരള സമൂഹത്തിന് ഇത്തരത്തിലുള്ള അനിസ്ലാമികപരമായ കാര്യങ്ങൾ കയറി വന്നു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ പൗരോഹിത്യത്തിന് മാപ്പില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത്. അതുപോലെ തന്നെ സിയാറത്ത് ടൂറ്, അജ്മീറും നാഗോറും മുത്തുപേട്ടയും അവിടെയെല്ലാം സിയാറത്ത് ടൂറ് നടക്കുന്നു. എന്തിന്? കുട്ടിയെ കിട്ടാൻ, രോഗം മാറാൻ, പ്രയാസം മാറാൻ, പ്രശ്നങ്ങൾ ദൂരീകരിക്കാൻ. ഇതൊക്കെയാണ് ആളുകളുടെ അജണ്ട ആ യാത്രയിലൂടെ. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനാണ് ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട അധ്യാപനം പഠിപ്പിച്ചത്? എന്താണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? സൂറു അൽ ഖുബൂർ, നിങ്ങൾ ഖബർ സന്ദർശനം നടത്തണം എന്ന് പറഞ്ഞിട്ട് ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ, പരലോക ചിന്തയാണ് നിങ്ങൾക്കതിലൂടെ ഉണ്ടാകുന്നത് എന്ന്, അതാണ് ഉണ്ടാകേണ്ടത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ ഖബറിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുകയാണ്, ഖബറാളികളോട് പ്രാർത്ഥിക്കുകയാണ്, മഖബറയിൽ ചെന്ന് അവരുടെ മുമ്പിൽ ഭയഭക്തിയോടുകൂടി കീഴ്വണങ്ങി കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ആത്മീയ ചൂഷണത്തിൻ്റെ ഏറ്റവും വലിയ മുൻപന്തിയിൽ നിൽക്കുന്നത് ഖബറുമായി ബന്ധപ്പെട്ട അനാചാരങ്ങളാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹുവേ എൻ്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു, പ്രാർത്ഥിച്ചു. തീർന്നില്ല. എന്നിട്ട് അതിന് ബാക്കി എന്താ പറഞ്ഞത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹു അല്ലാഹ് ശപിച്ചിരിക്കുകയാണ്. ആരെ? അൽ യഹൂദ വൻ നസാറ, യഹൂദികളെയും നസ്രാണികളെയും ശപിച്ചിരിക്കുന്നു. എന്തിനാ? കാരണം എന്തെന്നറിയോ? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ മസ്ജിദായിക്കൊണ്ട്, ആരാധന കേന്ദ്രമായിക്കൊണ്ട് അവർ സ്വീകരിച്ചു എന്നതുകൊണ്ടാണ് അള്ളാഹു അവരെ ശപിക്കാനുള്ള കാരണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇന്ന് ഈ കേരളക്കരയിൽ അതല്ലേ നടക്കുന്നത്? ഔലിയാക്കന്മാരുടെ ഖബർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഖബറുകൾ കെട്ടിപ്പടുത്ത് അവിടെ ആരാധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദുരവസ്ഥയാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ബദരീങ്ങളുടെ വിഷയത്തിലോ? ബദരീങ്ങളുടെ വിഷയത്തിൽ ഇവർ വാദിക്കുന്ന ഒരു വാദം നമുക്കൊന്ന് കേൾക്കാം. എന്തിനാണ് ബദർ ഉണ്ടായത്? എന്തിനാണ് ഈ ബദർ അള്ളാഹു സംവിധാനിച്ചത് എന്നതാണ് ഇനി അദ്ദേഹം പറയുന്നത്. കേൾക്കാം. സഹാബിമാരൊക്കെ ഷഹീദ് എന്നല്ലേ നമ്മൾ പറയുന്നത്? അതെ അല്ലേ? ആണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ് അല്ലാക്ക ഇവിടെ ദീന് വിജയിപ്പിക്കാൻ അള്ളാഹുവിനെ അബൂജാലിനെ കൊല്ലാക്കേണ്ട യുദ്ധത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ടിന്നാണ് ജിബ്രീലിന്റെ ഒരു ചിറക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ അബൂജാലിനെ കൊല്ല? പിന്നെ അവിടെ ബദർ യുദ്ധം നടത്തി എന്തിന്? ഈ ദീന് പ്രയോഗിക്കാൻ അള്ളാഹുവിന് ഒന്നുമില്ലാതെ തന്നെ കഴിയൂലേ? പിന്നെ കുറെ ആളുകളെ ഷഹീദാക്കി എന്തേ? അത് സുന്നിയക്ക് ബദർ മൗലൂദ് കഴിക്കണം, ഇവിടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം, കുറെ ആളുകൾക്ക് കൂലി കിട്ടണം, ഷഹീദാകണം. അതിന് തന്നെയാണ് അതൊക്കെ. കേട്ടല്ലോ, എന്തിനാണ് ബദർ ഉണ്ടായത്? അത് സുന്നികൾക്ക് അല്ല, സമസ്തകൾക്ക് ഇവിടെ ആണ്ട് നേർച്ചകളും മറ്റു നേർച്ചകൾ നടത്താൻ വേണ്ടിയിട്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതല്ലാതെ അള്ളാഹ്ക്ക് ഇത്ര ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ബദറുമായി ബന്ധപ്പെട്ട തൗഹീദിൻ്റെ അധ്യാപനത്തെ പോലും ഏറ്റവും നല്ല രൂപത്തിൽ തൗഹീദ് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല അധ്യാപനത്തെ പോലും ഇസ്ലാമിൻ്റെ ചരിത്രത്തെ പോലും വികലമാക്കിക്കൊണ്ട് ആത്മീയ ചൂഷണം നടത്തുകയാണ് പൗരോഹിത്യമെന്നത് നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം ഓൺലൈൻ മജ്ലിസുകൾ ഇന്ന് വ്യാപകമാണ്. അതിൽ ലക്ഷക്കണക്കിന് ആളുകൾ അതിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ, ഉമ്മമാർ, നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ആത്മീയ ചൂഷണത്തിൻ്റെ പിന്നാലെ പോകരുത്. അതിൽ അകപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇന്ന് സമൂഹത്തിൻ്റെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചില പ്രശ്നങ്ങൾ ഇന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ, അത് കുടുംബത്തിൻ്റെ ഉള്ളിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് സമൂഹം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതിൽ ചില വെളിപ്പെടുത്തലുകൾ ഒരു മുസ്ലിയാർ പറയുന്നു. നമുക്കത് കേൾക്കാം. യൂട്യൂബ് ഓൺലൈൻ മജ്ലിസൊക്കെ ഒന്ന് ഇറങ്ങുക ഫുള്ള്. എന്നിട്ട് മക്കളോടും ഭർത്താവിനോടൊക്കെ മര്യാദയ്ക്ക് സംസാരിക്കും. ഹദ്ദാദെല്ലാം ചെല്ലേണ്ടത് മര്യാദയ്ക്ക് ഓഫ്ലൈൻ ചെല്ലിയാൽ മതി. എന്നിട്ട് മക്കളോടൊക്കെ മോനിക്ക് ഫൈഷേദിനെ അറിയാം മോന് കഥ പറഞ്ഞു കൊടുക്കുക. എന്തൊരു ഇബാദത്താണ് ഇത്! ഭർത്താവിനോട് സംസാരിക്കൂല, പിള്ളേരോട് മിണ്ടൂല. എന്തുകൊണ്ട്? നാളെയാണ് സ്വലാത്ത് സമർപ്പിക്കേണ്ട ദിവസം. ഇതിന്റെ എത്ര ഈ സ്വലാത്ത് സൈനവ? 1,28,00,000. അപ്പോൾ ഇങ്ങനെ ഈ രൂപത്തിൽ സ്വലാത്ത് മജ്ലിസും അല്ലെങ്കിൽ ഓൺലൈൻ നൂറെ ഹബീബ് പോലെയുള്ള
അല്ലെങ്കിൽ അറിവിൻ നിലാവ് പോലെയുള്ള പരിപാടികൾ, പദ്ധതികൾ ഇന്ന് സമൂഹത്തിൽ വ്യാപകമാണ്. അതിനും ചുക്കാൻ പിടിക്കുന്നതാരാ? അതിനും സപ്പോർട്ട് കൊടുത്തതാരാ? സർട്ടിഫിക്കറ്റ് കൊടുത്തതാരാ? ഈ AP അബൂബക്കർ മുസ്ലിയാർ. ആത്മീയ ചൂഷണത്തിൻ്റെ ഉസ്താദ് എന്ന് വേണമെങ്കിൽ വിളിക്കാൻ കഴിയുന്ന ഈ AP അബൂബക്കർ മുസ്ലിയാരാണ് എല്ലാ നിലക്കും, കേരളക്കരയിലുള്ള എല്ലാ നിലക്കുമുള്ള അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ആത്മീയ ചൂഷണങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന ഗ്രാൻഡ് മുഫ്തി എന്നല്ല, ഗ്രാൻഡ് മുഫ്തിൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കേണ്ടത്. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, മരണവേളയിൽ പോലും ഈ ചങ്ങായിമാർ നമ്മെ വെറുതെ വിടുന്നില്ല എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയത്തെ തൗഹീദിനെ കുറിച്ച് പഠിപ്പിച്ചു. മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരു മനുഷ്യൻ അവൻ്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. എന്നാൽ ഇവിടെ നൗഷാദ് അഹ്സനി എന്താണ് പറയുന്നത്? അത് നമുക്കൊന്ന് കേൾക്കാം. മരണമെന്നൊരു വലിയ സംഭവം ഇവിടെ വരാനില്ലേ കൂട്ടുകാരെ? ആ മരണത്തിന്റെ നേരത്ത് സംരക്ഷകരായി ആരെ ഉണ്ടാവുള്ളൂ? ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എന്നെ പീഡിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. അപ്പോൾ പ്രവാചകന്റെ അധ്യാപനം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഇവിടെ സമസ്തക്കാരുടെ അധ്യാപനം CM മടവൂരാണ് എന്നതാണ്. ഈ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. ആത്മീയ ചൂഷണം മാത്രമാണ് ഇവരുടെ അജണ്ട എന്നത് ഇതിലൂടെ നമുക്ക് വെളിപ്പെടും. ഏതായാലും സഹോദരന്മാരെ, നമ്മൾ ഇത്തരം ആത്മീയ ചൂഷണങ്ങളിൽ അകപ്പെട്ട് നമ്മുടെ ദീനിനെയും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ സമയത്തെയും നമ്മുടെ ആരോഗ്യത്തെയും നഷ്ടപ്പെടുത്തരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതിലുപരി ഒരുപാട് ആത്മീയ ചൂഷണങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിലെല്ലാം പറയാനുള്ള സമയമില്ല. ഏതായാലും നമ്മൾ കരുതിയിരിക്കുക. ഇത്തരം ആത്മീയ ചൂഷകരിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക. യഥാർത്ഥ സത്യമതത്തിലേക്ക് ചേർന്നുകൊണ്ട് തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നത്ത് റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് കാര്യങ്ങൾ പ്രവാചകൻ വിട്ടേച്ചു പോയിട്ടുണ്ട്. അത് മുറുകെ പിടിക്കുന്നവർ ഒരിക്കലും വഴിപിഴക്കുകയില്ല എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു. അതിലൊന്ന് വിശുദ്ധ ഖുർആനാണ്, രണ്ട് പ്രവാചകന്റെ ചര്യയാണ്. അതനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ പരലോകത്ത് രക്ഷപ്പെടാം. ഇല്ലെങ്കിലോ ഇരു ലോകത്തും നഷ്ടമായിരിക്കുമെന്ന് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.